ഇനി നമ്മൾ പഠിക്കുന്നത് മാ മഅന ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വല്ലാഹു ജഅല ലക്കും, അള്ളാഹു ആണ് നിങ്ങൾക്കാക്കിയത്, മിൻ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടിൽ നിന്ന്, സക്കനൻ, ഒരു ശാന്തി. അൽ ബൈത്തു, വീട്, മഹല്ലു റാഹത്തിൻ, വിശ്രമത്തിൻ്റെ സ്ഥലമാണ്, വഹുദൂഇൻ, ശാന്തതയുടെ സമമാണ്, നഅ്വീ ഇലൈഹി, നാം വീട്ടിലേക്കല്ലേ അഭയം തേടുന്നത്, ഇൻദത്ത അബി, ക്ഷീണിക്കുമ്പോൾ, യഹ്തമിൽ ബൈത്തു, വീട് സംരക്ഷിക്കുന്നു, മിനൽ ഹദ്ദി, ചൂടിൽ നിന്ന്, വൽ ബർദി, തണുപ്പിൽ നിന്ന്, വഹുബൂബി റിയാഹ്, കൊടുങ്കാറ്റുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ഫസ്വാറൽ ബൈത്തു സക്കനൻ ലനാ, അതുകൊണ്ടാണ് വീട് സക്കനൻ, വീടാണ് ശാന്തിയുടെ കേന്ദ്രം. ലിമാദാ അർസലല്ലാഹു റസുല, അള്ളാഹു എന്തിനാ മുർസലിങ്ങളെ പറഞ്ഞയച്ചത്? ഒന്ന് താരീഫുന്നാസി, ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ്, റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ, ദഅവത്തുഹും, അവരെ ക്ഷണിക്കാനാണ്, ലിഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിക്കാൻ, ലിതഅലീമിന്നാസി, ലിതഅലീമി, പഠിപ്പിക്കാനാണ്, അല്ലാഹു ലം യഖ്ലിഖ് ഷൈഅൻ, ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അബസ, വെറുതെ. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫഹസിബത്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും. വെറുതെ ഭക്ഷണം കഴിച്ച് സുഖിച്ച് അർമാദിച്ച് ഒച്ചപ്പാടുണ്ടാക്കി ബഹളങ്ങളുണ്ടാക്കി അഹങ്കരിച്ച് അതിന് പടച്ചതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇനി അതേപോലെ മാഹിയ ആയത്തു റിസാലത്തില്ല, പ്രവാചകത്വത്തിൻ്റെ തെളിവെന്താണ്? ഒന്ന്, അൽ ബിഷാറത്തു, സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്, ഫിൽ ഖുതുബി സാബിഖ, മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഒരു പ്രവാചകൻ വരുമെന്നുള്ള സത്യസന്ദേശം കാണാൻ കഴിയും. അൽ മുഅ്ജിസത്തുൽ ഖുർആനിയ, ഖുർആൻ തന്നെയാണ് പ്രവാചകൻ സത്യമാണെന്നതിന് തെളിവ്. ഇനിയോ തഈദുല്ലാഹി റസൂലി, അള്ളാഹു റസൂലിനെ പിന്തുണച്ച് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ഇജാബത്തുള്ള, അള്ളാഹു ഇജാബത്ത് കൊടുത്തിട്ടുണ്ട്, ലിദുആഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ പ്രവാചകൻ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രവാചകന് ഉത്തരം നൽകിയിട്ടുണ്ട്.